ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് മാങ്ങ കൊണ്ടുള്ളൊരു സർബത്താണ്. മാമ്പഴം സർബത്ത് അല്ലെങ്കിൽ മാംഗോ ജിഞ്ചർ ലെമണേഡ്, ഇഷ്ടം പോലെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇതിന് പറയാം. അപ്പോൾ മാമ്പഴം സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയാണ് എടുക്കണമെങ്കിൽ ആവശ്യാനുസരണം അതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാൻ മറക്കരുത്. മാങ്ങയുടെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം അത് ചെറിയ പീസാക്കി നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 4 ചെറിയ സ്ലൈസ് കണ്ടോ, 1 2 3 4 ഇത് ഞാൻ മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളതെല്ലാം മുറിച്ചെടുക്കുവാണ് ഒരേപോലെ തന്നെ. അപ്പോൾ കൃത്യമായിട്ടൊന്നും അളവൊന്നും വേണ്ട, കാരണം നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി എടുക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. സാധാരണ നമ്മൾ മാംഗോ ജ്യൂസിൽ ഇഞ്ചിയൊന്നും ചേർക്കാറില്ലല്ലോ. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിലേക്ക് ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങ ചേർക്കുവാണ്. അപ്പോൾ മിക്സിയിലായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പുളിയൊക്കെ നോക്കി വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം. ഇപ്പോൾ ഞാൻ അരമുറി നാരങ്ങ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടുള്ള നാരങ്ങയാണ്. അപ്പോൾ നിങ്ങൾ കുരു മാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ കയ്പ്പ് രസം വരും. ഇതിലേക്ക് ഞാനൊരു 3-4 ഇതള് പുതിനയില കൂടി ചേർക്കുന്നുണ്ട്. പുതിന ഒരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്. ഒരുപാട് മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത്, അപ്പോൾ ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം, അല്ലെങ്കിൽ 1/2 കപ്പോ 1 കപ്പോ വെള്ളം. ഒരുപാട് ചേർക്കരുത്, മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ചേർക്കും. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിനി ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഫുൾ പൾപ്പ് എടുക്കുവാണ്. ഞാനിപ്പോൾ ഈ സർബത്ത് ഉണ്ടാക്കാനായിട്ട് 1/2 ലിറ്റർ വെള്ളമാണ് മൊത്തത്തിൽ ഉപയോഗിച്ചേക്കുന്നത്, എല്ലാത്തിനും കൂടി. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ്, ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയും, അത് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. പ്രേമം സിനിമ കഴിഞ്ഞ് പിന്നെ എല്ലായിടത്തും ഇതുണ്ട്. ഞാനിതിലേക്ക് 1/2 നാരങ്ങ കൂടി ചേർക്കുവാണ്. കാരണം അപ്പോൾ മൊത്തത്തിൽ 1 നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1/2 ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ബാക്കിയുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ മാമ്പഴം സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന മാങ്ങ നല്ല ദശക്കട്ടയുള്ള മാങ്ങയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ ഒരുപാട് നാര് നമ്മുടെ വായിത്തടയും, അപ്പോൾ കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. ഈ ജാറിലാണ് മാമ്പഴം സർബത്ത് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങയുടെ തൊണ്ട് കൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് പഞ്ചസാരയിലൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ ഈ ജാറിലേക്ക് മാമ്പഴം സർബത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ്സും പിന്നെ ഒരു മിൻറ്റിൻ്റെ ഒരു 1-2 ലീഫും പിന്നെ നമ്മൾ മാറ്റി വെച്ച 2-3 സ്ലൈസ് മാങ്ങയില്ലേ, അതുകൂടി മുറിച്ചിട്ടിട്ട് സെർവ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴം സർബത്ത്. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി നോമ്പ് തീരാൻ ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസകൾ. ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.